إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിരിക്കുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക, എങ്കിൽ നീ ചെയ്തു പോയ തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നീ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിന് നൽകിയ വളരെ മഹത്തരമായ ആശയ സമ്പുഷ്ടമായ ഒരു വസിയ്യത്താണിത്. പണ്ഡിതന്മാർ ഈ മഹത്തായ ഹദീസിനെ കുറിച്ച്, ഈ വസിയ്യത്തിനെ കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് വളരെ മഹത്തരമായ ഉപദേശമാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതയും അതിനുശേഷം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള ബാധ്യതയുമാണ് ഈ ഹദീസിലൂടെ, ഈ ഉപദേശത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത് അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. അബൂദർ
നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഈ ഹദീസിലെ പദപ്രയോഗം നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു നിർത്തിയില്ല, മറിച്ച് ഹൈസുമാ കുൻത എന്നുകൂടി ചേർത്തു പറഞ്ഞു. അഥവാ നീ എവിടെയായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും, ഏത് നാട്ടിലായിരുന്നാലും, ആരോടൊപ്പമായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഓരോരുത്തരുടെയും മേൽ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധ ബാധ്യതയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമായ ഒരു ബാധ്യതയാണിത്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, എല്ലാ ഖുതുബകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് 3 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. ഇന്നും നമ്മൾ കേട്ടു. ഓരോ ആയത്തുകളും പരിശോധിച്ചു നോക്കൂ. അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് അതിലൂടെ വിളിച്ചോതുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാരായ ആളുകൾക്കും നമുക്കും ഒരുപോലെ ഉപദേശം നൽകിയ കാര്യമാണ് അനിത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന കാര്യം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നത്. സഹോദരങ്ങളെ, എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എന്താണ് തഖ്വ? അദ്ദേഹം ആ ചോദിച്ച വ്യക്തിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഹൽ അഖദ്ത തരീഖൻ ദാ ശൗകിൻ, കല്ലുകളും മുള്ളുകളും നിറഞ്ഞ, ദുർഘടമായ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നീ സഞ്ചരിക്കാറുണ്ടോ? ഖാല, അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, സഞ്ചരിക്കാറുണ്ട്. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഫകൈഫ സനഅത, അത്തരമൊരു വഴിയിലൂടെ നീ സഞ്ചരിക്കുമ്പോൾ എന്താണ് നീ ചെയ്യാറുള്ളത്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്തു ശൗക അദൽതു അൻഹു, ഞാൻ മുള്ളുകൾ അതുപോലെയുള്ള പ്രയാസം കണ്ടാൽ അതിൽ നിന്ന് മാറി നടക്കും. ഔ ജാവസ്തുഹു, അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച് നടന്നു നീങ്ങും. ഔ ഖസ്സർതു അൻഹു, ഇനി അതിന് രണ്ടിനും സാധിച്ചില്ല എങ്കിൽ ആ വഴിക്ക് പോകാതെ പിന്തി നിൽക്കും, പിന്നോട്ടടിക്കും. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക തഖ്വ, അതാണ് തഖ്വ. സഹോദരങ്ങളെ, പരീക്ഷണങ്ങളുടെ കേന്ദ്രമായി റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പല ഘട്ടങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാനുണ്ടാകും. പല രൂപത്തിലുള്ള ഹറാമുകൾ, തിന്മകൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, റബ്ബിന് തൃപ്തിയല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കൈകളിൽ, നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ പ്രയാസങ്ങൾ നിറഞ്ഞ ദുർഘടമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെപ്പോലെ ആയിരിക്കണം ഞാനും നിങ്ങളും നടന്നു നീങ്ങേണ്ടത്. അഥവാ ഈ പറഞ്ഞ റബ്ബിനിഷ്ടമല്ലാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, തഖ്വക്ക് വിപരീതമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി സഞ്ചരിക്കണം. അതല്ലെങ്കിൽ അതിനെ അതിജയിച്ച്, അതിനോട് കണ്ണു ചിമ്മി, അതിലേക്ക് നോക്കാതെ, എടുക്കാതെ, പിടിക്കാതെ, അത് ഉപയോഗിക്കാതെ അതിജയിച്ച് നടന്നു നീങ്ങണം. ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ വഴിക്ക് പോവാതെ, അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ പിന്നോട്ടടിക്കുകയാണ് വേണ്ടത്. ഇതാണ് തഖ്വ. ഇങ്ങനെ ജീവിക്കലാണ് പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, തഖ്വ എന്ന് പറഞ്ഞാൽ ഈ തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബിക്ക് നൽകിയ ഉപദേശം. ഇതിൽ നമുക്ക് വലിയ പാഠമുണ്ട്. ഏതവസ്ഥയിലായിരുന്നാലും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വഴിതെറ്റാൻ, വഴികേടിലാവാൻ, ഹറാമിൻ്റെ കാഴ്ചകൾ കാണാൻ ഒരുപാട് യാത്ര ചെയ്തു പോവേണ്ടതില്ല, ഒരുപാട് പ്രയത്നങ്ങൾ വേണ്ടതില്ല. പല രൂപത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പുകളിലാണ്. ഇതെല്ലാ അർത്ഥത്തിലും കച്ചവട മേഖലയാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, നമ്മുടെ ജീവിതം സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഓരോ വർഷം കഴിയുന്നേനെ ഫിത്നകൾ, കുഴപ്പങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ എത്ര മഹത്തരമാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം. പ്രത്യേകിച്ച് യുവാക്കൾ, യുവതികൾ, ചെറിയ മക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. പ്രിയമുള്ളവരെ, ആര് നമ്മെ കണ്ടില്ല എങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു, അള്ളാഹു നമ്മെ നോക്കി കാണുന്നു, അവൻ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് എവിടെയായിരുന്നാലും നീ നിന്റെ റബ്ബിനെ സൂക്ഷിക്കണേ എന്ന വാക്ക് എത്ര മഹത്തരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ. രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ, അഥവാ ആളുകൾ കാണുമ്പോഴും കാണാത്തപ്പോഴും നിന്നെ ഭയക്കാനുള്ള ഒരവസരം, ഒരു സൗഭാഗ്യം അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ പ്രാർത്ഥനയാണ്. മുൻഗാമികൾ പറഞ്ഞതുപോലെ ഖല്ലി ദുനൂബ സഗീറഹാ വകബീറഹാ ഫഹുവ തുഖാ. പാപങ്ങൾ, തിന്മകൾ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, നീ അത് ഉപേക്ഷിക്കുക, നീ അതിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് തഖ്വ. വസ്ന കമാശിൻ ഫൗഖ അർളി ശൗകി യഹ്ദറു മാ യറാ. ഒരു മുള്ളുകൾ, കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരുവനെ പോലെ നീ ഭൂമിയിലൂടെ നടക്കുക. ലാ തഹ്ഖിറന്ന സഗീറതൻ. ചെറിയ ചെറിയ പാപങ്ങൾ, തിന്മകൾ നീ നിസാരവൽക്കരിക്കരുത്. ഇന്നൽ ജിബാല മിനൽ ഹസാ. തീർച്ചയായും പർവ്വതങ്ങൾ ഉണ്ടായത് ചെറിയ ചെറിയ കല്ലുകൾ കുന്നുകൂടിക്കൊണ്ടാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നാം ഓരോരുത്തരും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ തഖ്വയെക്കുറിച്ചുള്ള വിശദീകരണം എത്ര മഹത്തരമാണ്, എത്ര സൂക്ഷ്മമായിട്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത്. മഹാന്മാരായ താബിഈങ്ങളിൽപ്പെട്ട ചിലർ, അവരോട് ചില ആളുകൾ ഉപദേശം ചോദിച്ചപ്പോൾ അവർ കൊടുത്ത ഉപദേശം സൂറത്തുൻ നഹ്ലിലെ അവസാനത്തെ ആയത്താണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പാലിക്കുന്ന ആളുകളുടെ കൂടെയായിരിക്കും, അതുപോലെ ഇഹ്സാനുള്ളവരുടെ കൂടെയായിരിക്കും. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യുന്നവർ, അള്ളാഹുവിനെ അങ്ങോട്ട് കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു എന്ന് ഭയന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർ, അവരോടൊപ്പമാണ് അള്ളാഹു ഉണ്ടാവുക. അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലാണ് നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉള്ളത്. അവൻ്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും അവൻ സൃഷ്ടികളുടെ സമീപത്ത് തന്നെയുണ്ട്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോടൊപ്പം, അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് സഹായമേകാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ കൂടെ തന്നെ ഉണ്ടാകും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ വസിയ്യത്ത് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക, എവിടെയായിരുന്നാലും. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം സഹോദരങ്ങളെ പലതവണ നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം നാട്ടിലല്ല, അദ്ദേഹം മറ്റൊരു നാട്ടിലാണ്. അറിയാനോ പരിചയത്തിലോ ഒരാളും തന്നെയില്ല. എല്ലാ സൗകര്യങ്ങളും ഒരുക്കപ്പെട്ടു. ആ നാട്ടിലെ അധികാരമുള്ളവൾ, ആ നാട്ടിലെ പ്രതാപിയുടെ ഭാര്യ, ആ നാട്ടിലെ എല്ലാ അർത്ഥത്തിലുമുള്ള തറവാടിത്തവും എല്ലാ അർത്ഥത്തിലും മികച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ വിളിച്ചപ്പോൾ, ആ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയം. നോക്കൂ നിങ്ങൾ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഇതുപോലെയായിരിക്കണം. ആര് കണ്ടില്ലെങ്കിലും, ആര് കാണാനില്ലെങ്കിലും, ആര് നോക്കാനില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നു, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നു, അള്ളാഹുവിലേക്ക് ഞാൻ മടങ്ങിപ്പോവേണ്ടതാണ്. ആ റബ്ബിന് മുന്നിൽ ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ, വസ്ത്രമില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ നിൽക്കേണ്ടവനാണ് എന്ന ചിന്ത നമുക്കുണ്ടാവേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ വസിയ്യത്ത്. ഇത് റബ്ബിനോടുള്ള നിർബന്ധ ബാധ്യത കൂടിയാണ്.
എന്ന് സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയുക. അവിടുന്ന് പറഞ്ഞു, എത്ര തന്നെ തഖ്വ പാലിച്ചാലും പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിൽ സൂക്ഷിച്ചാലും മാനുഷികമായ ന്യൂനതകളും കുറവുകളും അബദ്ധങ്ങളും നമ്മെ വിട്ടൊഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, തിന്മകൾ സംഭവിച്ചാൽ, ന്യൂനതകൾ സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകുന്നു, നീ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക. ഒരു തെറ്റ് സംഭവിച്ചു പോയോ, ഏതായാലും തെറ്റുപറ്റി, ഇനി അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കുക എന്നതല്ല, മറിച്ച് വേഗത്തിൽ നന്മകൾ കൊണ്ട് അതിനെ പിന്തുടരുക. അഥവാ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, നന്മ ചെയ്യുക, എന്നിട്ട് തിരിച്ചു മടങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തംഹുഹാ, എങ്കിൽ നീ ചെയ്തു പോയ, നിന്റെ അടുക്കൽ വന്നുപോയ പാപം ഈ നന്മ കാരണത്താൽ മായ്ക്കപ്പെടും എന്നുള്ളതാണ്. നന്മ ആ തിന്മയെ മായ്ച്ചു കളയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, തീർച്ചയായും നന്മകൾ തിന്മകളെ പോക്കിക്കളയും, ഇല്ലാതാക്കിക്കളയും. നന്മകൾ കൊണ്ട് തിന്മകളെ പിന്തുടരുക എന്നാണ്. അബദ്ധം സംഭവിച്ചു പോയാൽ വേഗത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. എല്ലാം കൂടി അവസാന കാലത്ത് തൗബ ചെയ്താൽ പോരെ എന്നതല്ല, മറിച്ച് മുഅ്മിനീങ്ങളെക്കുറിച്ച്, സത്യവിശ്വാസികളെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും, മുഅ്മിനീങ്ങൾ അവർ വല്ല വൃത്തികേടുകളും ചെയ്തു പോയാൽ, സ്വന്തത്തോട് അതിക്രമങ്ങൾ അഥവാ തിന്മകൾ ചെയ്തു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും, ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, എന്നിട്ട് തങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹു ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് പാപങ്ങളിൽ തിന്മകളിൽ അവർ മുഴുകി ജീവിക്കുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. നോക്കൂ, മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ്. തിന്മകൾ ചെയ്താൽ ആ തിന്മകളിൽ ഉറച്ചു നിൽക്കുകയില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ, തിന്മ ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കും, ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹു ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് റബ്ബിനെ ധിക്കരിക്കുന്നു, പാപങ്ങൾ ചെയ്യുന്നു മനുഷ്യൻ. അല്ലാഹു അതാ തൗബ ഇസ്തിഗ്ഫാറിലേക്ക് ആ അടിമയെ ക്ഷണിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അല്ലാഹു അല്ലാതെ ആരുണ്ട് പാപങ്ങൾ പൊറുക്കാനെന്ന് ചോദിക്കുന്നു. ചില ഹദീസുകളിൽ വന്നതുപോലെ ഒരടിമ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു അങ്ങേയറ്റം സന്തോഷിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് തെറ്റു ചെയ്തു പോയാൽ വേഗത്തിൽ അല്ലാഹുവിനെ ഓർക്കുകയും എന്നിട്ട് അതിൽ നിന്ന് തിരിച്ചു മടങ്ങുകയും ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുകയാണ്, നീ തിന്മ ചെയ്തു പോയാൽ നന്മ കൊണ്ട് ആ തിന്മയെ പിന്തുടരുക, എങ്കിൽ ചെയ്ത തിന്മ മായ്ക്കപ്പെടും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുത്തഖീങ്ങളുടെ, തഖ്വ പാലിച്ചു ജീവിക്കുന്ന ആളുകളുടെ അടയാളത്തിൽപ്പെട്ടതാണിത്. ഈമാനുള്ളവരെ കുറിച്ചാണ് അല്ലാഹു ഇത് പറഞ്ഞത്. പാപങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, തെറ്റുകളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതല്ല. അതോടൊപ്പം നാം ഗൗരവത്തിൽ ഭയപ്പെടേണ്ടതാണ്. തിന്മകൾ, ആ തിന്മകൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ തിന്മകളെ ഭയന്നത് ആ തിന്മകളിലായിക്കൊണ്ട് മരിച്ചു പോകുമോ എന്നുള്ളത് കൊണ്ടാണ്. തിന്മകൾ ചെയ്യുമ്പോൾ ആ തിന്മയിലായിക്കൊണ്ട് മരണപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട് അവരെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതുപോലെ
അവസാനം മോശമായി പോകുമോ എന്നതവർ ഭയപ്പെട്ടിരുന്നു. ആ തിന്മ ചെയ്യുമ്പോഴാണ് മലക്കുൽ മൗത്ത് വന്നത് എങ്കിൽ പ്രിയമുള്ളവരെ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തിന്മകൾ, പാപങ്ങൾ എന്നത് എല്ലാ കാലത്തും ഞാനും നിങ്ങളും അങ്ങേയറ്റം ഭയപ്പെടേണ്ട ഒന്നാണ്. അബദ്ധം സംഭവിച്ചു പോയാൽ പിന്നെ കാത്തു നിൽക്കരുത്. കാരണം തൗബയുടെ വാതിൽ അള്ളാഹു തുറന്നു വെച്ചിരിക്കുന്നു. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരേക്കും. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ പിന്നെ തൗബയില്ല, പിന്നെ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുകയില്ല. അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരേക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗബയുടെ വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി നൽകുന്ന ഉപദേശം ഇതാണ്: വഅത്ബിഇ സയ്യിഅതൽ ഹസനത തംഹുഹാ. തിന്മകളെ നന്മകൾ കൊണ്ട് നീ പിന്തുടരുക, എങ്കിൽ നിന്റെ തിന്മയെ നന്മ മായ്ച്ചു കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് മൂന്നാമതായി നൽകുന്ന ഉപദേശം വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഒരു മുഅ്മിനിൻ്റെ, സത്യവിശ്വാസിയുടെ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന ഒരാളുടെ മഹത്തായ സവിശേഷതകളിൽപ്പെട്ടതാണ് സൽസ്വഭാവം എന്നുള്ളത്. മുത്തഖീങ്ങളുടെ നേതാവ് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആയിഷ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പ്രിയ പത്നി, പറയുകയാണ്, അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു. അഥവാ ഏറ്റവും മനോഹരമായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളുടെ അടയാളത്തിൽപ്പെട്ടതാണ് അവർ സൽസ്വഭാവികളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. സത്യവിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ ഈമാൻ പൂർത്തീകരിക്കപ്പെട്ട ആളുകൾ, പരിപൂർണമായ ഈമാനുള്ള ആളുകൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാകുന്നു. നോക്കൂ, ഈമാനിൻ്റെ പൂർത്തീകരണമാണ് സഹോദരങ്ങളെ നല്ല സ്വഭാവം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്, നിങ്ങളുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് മറ്റു ചില റിവായത്തിൽ കാണാം. അഥവാ പൊതുവെ എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളത് സഹോദരങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണ്. അവിടുത്തെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞതാണ് അവിടുത്തെ സൽസ്വഭാവത്തെക്കുറിച്ച്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഓ നബിയെ, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ, അവിടുത്തെ എല്ലാ വിഷയത്തിലും പിൻപറ്റാൻ, പിന്തുടരാൻ വാശി കാണിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും മികച്ചു നിന്നാലും സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പാളിപ്പോയാൽ അത് വലിയ പാളിച്ച തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്കുള്ള തെളിവാണ്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, ഖിയാമത്ത് നാളിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയങ്കരമായ ആളുകൾ, അവിടുത്തോട് ഏറ്റവും സാമീപ്യം ലഭിക്കുന്ന ആളുകൾ, അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിയാമത്ത് നാളിൽ സാമീപ്യം നേടിയെടുക്കാൻ, അവിടുത്തെ ഇഷ്ടം നേടിയെടുക്കാൻ സഹോദരങ്ങളെ, സ്വഭാവം നന്നാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ, ഈ മഹത്തായ 3 ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട കാര്യമാണ്. ഒന്നാമത് പറഞ്ഞു നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഹൈസുമാ കുൻത, എവിടെയായിരുന്നാലും. രണ്ടാമത്തേത് സൃഷ്ടികളായ നമ്മുടെ സ്വന്തത്തോടുള്ള ബാധ്യതയാണ്. അഥവാ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ തിക്തഫലം അനുഭവിക്കേണ്ടത് ആ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ തിന്മയിൽ മുഴുകി ജീവിക്കുക എന്നുള്ളതല്ല, തിന്മയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ആ തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക എന്നുള്ളതാണ്. അത് സൃഷ്ടികളായ നമുക്കുള്ള ബാധ്യതയാണ്. കാരണം അത് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ചെയ്ത ഓരോരുത്തരുമാണ്. മൂന്നാമത് പറഞ്ഞത് നമ്മളല്ലാത്ത മറ്റുള്ളവർ. നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചാൽ ബാക്കിയുള്ള എല്ലാവരോടും സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹുവിനോടും നമ്മുടെ സ്വന്തത്തോടും അത് കഴിഞ്ഞ് മറ്റുള്ളവരോടുമുള്ള ബാധ്യതകൾ പഠിപ്പിക്കുന്ന ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ ഹദീസ്. ഇത് വളരെ മഹത്തരമായ ഉപദേശമാണ്, മഹത്തായ ഉപദേശമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഉപദേശം പറയാനും കേൾക്കാനും സഹോദരങ്ങളെ വളരെ എളുപ്പമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം. അവിടെയാണ് നാം വിജയിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് വളരെ മഹത്തരമായ കാര്യമാണ്. ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കലാണ് നമ്മുടെ വിജയം. അതിനാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകേണ്ടത്. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങളായി, മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.